ഏറെ സ്നേഹ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിയാണ്. ലോകരക്ഷിതാവും പരിപാലകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിന്റെ പരമാവധി സൂക്ഷിച്ചു പാലിച്ചും ജീവിക്കണമേ എന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസി എന്ന് പറയുമ്പോൾ ആ വിശ്വാസം സ്വീകരിച്ചതോടൊപ്പം തന്നെ ഏറെ പ്രധാനപ്പെട്ടതാണ് അവന്റെ സംസ്കാരവും സ്വഭാവവും. വിശ്വാസം ഉൾക്കൊണ്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്വഭാവത്തിലും സംസ്കാരത്തിലുമൊക്കെ ആ വിശ്വാസം മുന്നോട്ട് വെക്കുന്ന വലിയ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും അങ്ങനെ മാനുഷികമായി ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട എല്ലാതും ഒരു വേള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ നോക്കിയാൽ തന്നെ ഏറെ പ്രയാസപ്പെടുത്തിയിരുന്നവരോടും തന്നെ വധിക്കാൻ ശ്രമിച്ചവരോടും തന്നെ പരിഹസിച്ചവരോടും ഒക്കെ എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ സംസ്കാരവും സ്വഭാവവും ഉണ്ടായിരിക്കേണ്ടത് എന്ന് കൃത്യമായി നമ്മെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ജീവിച്ച് കാണിച്ചു തന്നിട്ടുമുണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിശ്വാസ കാര്യങ്ങളിൽ ഏറെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുന്നു, ആരാധനാ കാര്യങ്ങൾ ഏറെ ഗൗരവത്തോടെ ശ്രദ്ധിക്കുന്നു. അതുപോലെ കർമ്മപരമായ കാര്യങ്ങളിലൊക്കെ ഒരു വിശ്വാസി എന്ന നിലയിൽ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ തലങ്ങളിലും ഒക്കെ ഏറെ സമയം ഇടപെട്ട് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളൊക്കെ. അവിടെ നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ വിശ്വാസം, ഇതെല്ലാം നമ്മൾ ഏറെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ സംസ്കാരവും സ്വഭാവവും ശ്രദ്ധിക്കപ്പെടേണ്ടതുണ്ട്, ഏറെ പ്രത്യേകിച്ച് ഈ കാലത്ത്. കാരണം ഒരാൾ പറഞ്ഞ ഒരു കാര്യം വളരെ പെട്ടെന്ന് തന്നെ ലോകത്ത് എങ്ങും ചുറ്റിക്കറങ്ങി എത്തിപ്പെടാവുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. ചിലപ്പോൾ നന്മയോടെ അല്ലെങ്കിൽ സതുപദേശത്തോടു കൂടി ചെയ്ത കാര്യം പോലും ചിലപ്പോൾ പലപ്പോഴും അത് വ്യത്യസ്തമായി മോശമായ രീതിയിലൊക്കെ അവതരിപ്പിക്കുകയും അല്ലെങ്കിൽ ആളുകളിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന വാർത്തകളൊക്കെ സുലഭമായി നമുക്കുണ്ട്. എന്നാൽ അത്ര തന്നെ ഒരാൾ തെറ്റിനെ വ്യാഖ്യാനിച്ചും ആളുകളുടെ മുമ്പിൽ അവതരിപ്പിച്ചും ഒക്കെ കൊടുക്കുമ്പോൾ ആ വാർത്ത ശരിയായിരുന്നില്ല, അയാൾ തെറ്റുകാരനല്ല എന്നുള്ളത് പ്രചരിപ്പിക്കാൻ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് താല്പര്യവും കുറവാണ്. അത് കാണാനും ആളുകളില്ല. അതുകൊണ്ട് തെറ്റിനെ കൂടുതലായി ആളുകളുടെ മുമ്പിലേക്ക് ഇങ്ങനെ പരിഹാസ രൂപേണയും കളിയാക്കലിന്റെ രൂപത്തിലും ഒക്കെ എത്തിക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഒരു വിശ്വാസി വിശ്വാസിനി എന്നുള്ള നിലയിൽ നമ്മൾ നമ്മുടെ സ്വഭാവവും സംസ്കാരവും എന്തായിരിക്കണമെന്ന് വളരെ കൃത്യമായി അറിയേണ്ടതുണ്ട്. അറിഞ്ഞ ഞാനും നിങ്ങളുമൊക്കെ അത് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. വിജയിച്ച ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ധാരാളമായി പറയുന്നുണ്ട്. ആരാണ് വിജയിച്ചവർ എന്നും വിശ്വാസവും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളും അമൽ സാലിഹാത്തുകളും ഒക്കെ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറയുന്നു. അതേ ഗൗരവത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഉണർത്തിയത് ജനങ്ങളിൽ മോശപ്പെട്ട ആളുകളുണ്ട്, മോശം സ്വഭാവമുള്ള സംസ്കാരമുള്ള ആളുകളുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരൊക്കെയാണ് അവർ എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് വിശ്വാസവും കർമ്മവും ഒക്കെ ശ്രദ്ധാപൂർവം കൊണ്ടു നടക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോശക്കാരായ ആളുകൾ അവരുടെ സ്വഭാവവും സംസ്കാരവും ഒക്കെ ഈ രൂപത്തിലായിരിക്കുമെന്ന് പറഞ്ഞു തരുമ്പോൾ, നമ്മളെ പഠിപ്പിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്ന് ഒരു ആത്മവിചിന്തനവും അതുപോലെ തന്നെ ഒരു ആലോചനയും ഒക്കെ നമുക്ക് ഏറെ നല്ലതാണ്. അത്തരത്തിലുള്ള ആളുകളുടെ കൂടെ ഉൾപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പറഞ്ഞത് അഫല അഖ്ബിറുക്കും ബിശറാരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് ഒരിക്കൽ കൂട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശപ്പെട്ട ആൾ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അഥവാ ആ മോശം സ്വഭാവമുള്ള ഒരാൾ,
അയാളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാവും. അയാൾ മോശപ്പെട്ട ആളാണ്. ഇതിന്റെ സ്വഭാവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ മശാഊന ബിൻ നമീമ അൽ മുഫ്സിദൂന ബൈനൽ അഹ്യ. വളരെ പ്രധാനപ്പെട്ട, വളരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കുകയും നമ്മൾ അത്ര ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുകയും ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്നത് അത് നമീമത്തുകാരനാണ്. നമീമത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറയുന്നത് കൃത്യമായിട്ട്, നമീമത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്നവർക്കിടയിൽ കുഴപ്പമുണ്ടാക്കുകയും നിരപരാധികളായവരുടെ നാശം കൊതിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. ഏഷണി എന്നാണ് നമ്മൾ പറയാൻ നമീമത്ത്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, പല വാർത്തകൾ നമ്മുടെ അരികിലേക്ക് നമ്മൾ വരാറുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ നമ്മൾ അരികിലേക്ക് വരാറുണ്ട്. എത്ര പെട്ടെന്നെയാണ് ആ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്? ഇപ്പോ തൊട്ടടുത്ത പ്രദേശമായ മണ്ണാർക്കാട് ഭാഗത്ത് നിപ്പ വൈറസുമായി ബന്ധപ്പെട്ട് അവിടെ കണ്ടെയ്ൻമെന്റ് സോണും ഇന്ന് മുതൽ ചെറിയ രീതിയിൽ കർശനമായിട്ടൊക്കെ. ആദ്യം മരണപ്പെട്ട രോഗിയെ അവർ ഹോസ്പിറ്റലിൽ കാണിച്ചു. ആ ഹോസ്പിറ്റലിനെ കുറിച്ച് ഇന്നലെ രാത്രി മുതൽ ഒരു മോശമായ ഒരു വാർത്ത ഇങ്ങനെ പ്രചരിക്കാൻ, ആളുകളെ ഭീതിപ്പെടുത്താൻ. എന്താ വാർത്ത? ആ രോഗിയെ പരിചരിച്ച 2 നഴ്സുമാർക്കും ഈ രോഗം സ്ഥിരീകരിച്ചു. അവരുടെ പട്ടികയിൽ ഏകദേശം 300-500 ആളുകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ ഭീതിപ്പെടുത്തുക. ഇന്ന് രാവിലെ മുതൽ ആ പ്രദേശങ്ങളിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവമേ ഇല്ല. പക്ഷെ വ്യക്തികളെ കുറിച്ചും ആളുകളെ കുറിച്ചും ഒക്കെ ഇല്ലാത്ത വാർത്തകൾ പറഞ്ഞു വരുത്താൻ ഇന്ന് നമ്മുടെ നാട്ടിൽ, ഇതൊരു ഉദാഹരണം സാന്ദർഭികമായി പറഞ്ഞത് മാത്രം, ഇതിനു മുമ്പും പല വാർത്തകൾ നമ്മളിലേക്ക് വരും. പിന്നെ നമ്മൾ പ്രചരിപ്പിച്ചതിന് ശേഷം പിന്നെ വരുന്നത് തെറ്റാണ്, അത് പ്രചരിപ്പിക്കാൻ പറഞ്ഞത് പിന്നെ വരും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി നമ്മൾ ആലോചിക്കേണ്ടത്, വിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായി പറഞ്ഞല്ലോ, നിങ്ങൾ ഈ പറവകളെ പോലെ ആകരുത്. ഒരു പക്ഷികൾ രാവിലെ അവരുടെ മാളങ്ങളിൽ നിന്ന്, കൂടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവരുടെ തീറ്റയും അവരുടെ ആഹാരങ്ങളും ഇങ്ങനെ തേടി നടക്കും. അവർ പലതും കാണുന്നവർ കൊത്തി വലിച്ച് കൊണ്ടുപോയി പാറിപ്പോകുമ്പോൾ അവിടെ ഇടും, വലിച്ചു കൊണ്ടുപോയി അവിടെ ഇടും. അതുപോലെ നിങ്ങൾ ആവരുത്. എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ നമ്മോട് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇതിനെ നോക്കുമ്പോൾ ഒരു കാര്യം കേൾക്കുമ്പോഴത്തേക്ക് നമുക്കത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനുള്ള വല്ലാത്തൊരു ആകാംക്ഷയാണ്. ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ആളുകളെ വല്ലാതെ ഉത്സാഹപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ചിരി വളർത്തുന്ന, അതെന്തോ ആകട്ടെ, പരിഹാസമാകട്ടെ, കുത്തുവാക്കുകളാകട്ടെ, കളിയാക്കലുകളാകട്ടെ, എന്താണെങ്കിൽ പോലും നമ്മളൊന്ന് ആലോചിക്കേണ്ടത് അത് അപ്പുറത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മളെപ്പോലെ തന്നെ ജീവനുള്ള ഒരു മനുഷ്യനെ കുറിച്ചൊരു വാർത്തയാണല്ലോ ഇത്, അല്ലെങ്കിൽ അയാളെ കുറിച്ചൊരു പരിഹാസമാണല്ലോ ഇത്. ഒരു വേള തെറ്റാണെങ്കിൽ, ഒരു വേള ശരിയല്ല എങ്കിൽ ഞാനും അതിൽ പങ്കാളിയായില്ലേ? ഒരു വിശ്വാസിയുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്തകളാണ് ഇതൊക്കെ. അപ്പൊ നമ്മുടെ സ്വഭാവവും നമ്മുടെ സംസ്കാരവും ഒക്കെ രൂപപ്പെടുന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. കാരണം ആ വിശ്വാസം എന്താണ്? എന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി നിയന്ത്രിക്കുന്നവൻ റബ്ബാണ്. ആ റബ്ബ് എന്നെ കാണുന്നുണ്ട്, എന്നെ കേൾക്കുന്നുണ്ട്, എന്നെ അറിയുന്നുണ്ട്. എന്റെ നാവ് കൊണ്ടുള്ളത് മാത്രമല്ല സംസാരം. ഇന്ന കാലത്ത് നമ്മുടെ വിരല കൊണ്ടുകൾ നമ്മൾ സംസാരിക്കുകയാണ് ഏറ്റവും കൂടുതൽ. ഇന്ന് നാവിനേക്കാൾ നമ്മൾ വിരലുകളാണ്, ചാറ്റുകളാണ് നമ്മൾ ഇന്ന് കൂടുതലുള്ളത്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്, റബ്ബ് എന്നെ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന വിശ്വാസം ഉണ്ടല്ലോ, ആ വിശ്വാസത്തിൽ നിന്നാണ് നമ്മുടെ സ്വഭാവവും സംസ്കാരവും ഒക്കെ രൂപപ്പെടേണ്ടത്. അപ്പൊ ഒരു വാർത്ത നമ്മുടെ അരികിലേക്ക് വരുമ്പോൾ, തെറ്റായ വാർത്ത വരുമ്പോ റസൂലുള്ളാഹി പറയുന്നത് നമീമത്ത്, അത് പറഞ്ഞു പരത്തുക. ഒരാളെ കുറിച്ചാകട്ടെ, അല്ലെ, സ്നേഹിക്കുന്നവർക്കിടയിൽ പ്രയാസം ഉണ്ടാക്കുക, മറ്റുള്ളവരുടെ വിജയം അത് ഒരിക്കലും തന്നെ അംഗീകരിക്കാതിരിക്കാൻ വേണ്ടി അയാളെ കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞു പരത്തുക. അത് ആരോ ആകട്ടെ, എന്തോ ആകട്ടെ, ചിലപ്പോൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, ചിലപ്പോൾ നല്ലത് തട്ടിയെടുക്കാൻ വേണ്ടിയായിരിക്കാം, അല്ല ആളെ ഇകഴ്ത്താൻ വേണ്ടിയായിരിക്കാം, എന്തിനും ആയിരിക്കാം. പക്ഷെ അവിടെയൊന്നും ഒരു വിശ്വാസിയുടെ സ്വഭാവമില്ല. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ജനങ്ങൾക്കിടയിൽ മോശപ്പെട്ടവരുണ്ട്, അവരുടെ സ്വഭാവമാണ് നമീമത്ത് എന്നുള്ളത്. അപ്പൊ നമ്മൾ ആലോചിക്കണം, കുടുംബ ബന്ധങ്ങളിലൊക്കെ ഏറെ പ്രയാസമാണ്. അന്ന് പറഞ്ഞു, അവിടെ പറഞ്ഞു എന്നതാണ് പ്രശ്നങ്ങളൊക്കെ. നമ്മൾ ഒരാളുമായി ബന്ധങ്ങളുമായി ഇടപെടുന്ന മേഖലകളൊക്കെ നമ്മൾ നമ്മുടെ സംസാരത്തെ, നമ്മുടെ സ്വഭാവത്തെ, പ്രിയമുള്ള വിശ്വാസികളെ ഞാനടക്കം നമ്മൾ ഏറെ പരിശോധിക്കണം. നമ്മൾ പറയുന്ന വാക്കുകൾ അവരെ പ്രയാസപ്പെടുത്താതെ ചേർത്ത് പിടിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എത്ര മനോഹരമായ മാതൃകകളുണ്ട്, എത്ര മനോഹരമായ. വധിക്കാൻ വേണ്ടി വന്ന ആളുകൾ, മദീനയിൽ ഇരിക്കുമ്പോൾ മക്കയിൽ നിന്ന് വിഷം പുരട്ടിയ കത്തിയുമായി വന്ന മനുഷ്യരെ മദീനയിലെ പള്ളിയിൽ കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് അത്ഭുതം. ഇയാളെന്താ ഇവിടെ, ഇയാൾ എങ്ങനെ അവിടെ എത്തിപ്പെട്ടു? റസൂലുള്ളാഹി അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് ചോദിക്കുന്നത്, എന്റെ നാട്ടുകാർക്ക് സുഖമാണോ? എന്റെ നാട്ടുകാർക്ക് സുഖമാണോ? ആരോടാണ്?
തന്നെ കൊല്ലാൻ വേണ്ടി വിഷം പുരട്ടിയ കത്തിയുമായി വന്ന ആളോട് എന്റെ നാട്ടുകാർക്ക്, എന്റെ മക്കൾക്കാർക്ക് സുഖമാണോ? ആളുകളുമായുള്ള സംഭാഷണവും ആളുകളുമായുള്ള ഇടപെടലുകളും എത്ര മനോഹരമായിട്ടാണ് വിശ്വാസ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതെന്ന് റസൂലുള്ളാഹി മനോഹരമായി കാണിച്ചു തന്നിട്ടുണ്ട്. ഏറെ നമുക്ക് ഉദാഹരണങ്ങൾ വെച്ചും ശിക്ഷകളെ വെച്ചും ഒക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു ഭാഗം കൂടെയാണ് നമീമത്ത് എന്ന് പറയുന്നത്. ഇവിടെ മോശം സ്വഭാവം ഉള്ള ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമതായി എണ്ണി പറഞ്ഞതാണ്, പ്രിയമുള്ളവരെ, ഇത് നമീമത്ത് എന്നുള്ളത്, ഏഷണി. നമ്മൾ ആലോചിക്കുക, സൗഹൃദ ബന്ധങ്ങളിലാകട്ടെ, ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലാകട്ടെ, മത്സര ബുദ്ധികളൊക്കെ ഉണ്ടാകും. പക്ഷേ ആളുകളെ ഇത്തരത്തിൽ പരിഹാസ രൂപേണ, അതല്ല എങ്കിൽ അവരെ വിഷമപ്പെടുത്തുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അവരെ ഇകഴ്ത്തുന്ന രൂപത്തിലൊക്കെയുള്ള സംസാരങ്ങളും പ്രവൃത്തികളും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. അത് വിശ്വാസിയുടെ സ്വഭാവവുമല്ല. അത് നമ്മൾ ഏറെ ശ്രദ്ധിക്കണം. എവിടെയാണെങ്കിലും എന്റെ സ്വഭാവത്തിൽ നമീമത്ത്, ഒരു ഏഷണിക്കാരനായി, അത്തരത്തിൽ പ്രത്യേകിച്ച് ഉമ്മമാരുടെ സ്ത്രീകൾക്കിടയിലൊക്കെ പല പരിഭവങ്ങൾക്കും വിട്ടുനിൽക്കും കാരണമാകുന്നത് ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളാണ്. കുടുംബ ബന്ധങ്ങൾക്കിടയിൽ, അയൽവാസികൾക്കിടയിലൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ. അപ്പൊ നമ്മൾ ആലോചിക്കുക, എന്തിനാണ് നമ്മൾ ഒരാളെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്? നമ്മൾ കേൾക്കണ്ട, നമ്മളത് കേൾക്കണ്ട, കേട്ടാലും നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണ്ട. അത് ശരിയാകട്ടെ തെറ്റാകട്ടെ, അതല്ലെങ്കിൽ അത് ഒരു മിനിമം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത്, ആ വാർത്ത കേൾക്കുമ്പോൾ അറിയുന്ന ഒരാളാണെങ്കിൽ അയാളോട് വിളിച്ച് അന്വേഷിക്കാനുള്ള ഒരു മര്യാദയെങ്കിലും മാന്യതയെങ്കിലും ഒരു വിശ്വാസിയായ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കണം. ഇങ്ങനെ വാർത്ത നിങ്ങളെ കുറിച്ച് കേൾക്കുന്നു, എന്താണ് എന്നുള്ളത് അന്വേഷിക്കാനുള്ള ഒരു മാന്യതയെങ്കിലും പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന എന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾ എന്നുള്ള നിലക്കും ആ വിശ്വാസം ഉൾക്കൊണ്ടവർ നിലക്കും, പ്രിയമുള്ളവരെ, നമുക്കുണ്ടായിരിക്കണം. രണ്ടാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മോശം സ്വഭാവമുള്ള ആളുകളുടെ ഒരു സ്വഭാവമായി പറഞ്ഞത്, ഒരു വിഭാഗം ആളുകൾ കൂടുമ്പോ, ഒരു വിഭാഗം ആളുകളുമായി കൂടുമ്പോൾ ഒരു നിലപാടെടുക്കും. അവിടുന്ന് മാറി മറ്റൊരാളുടെ, ഈ പറഞ്ഞ ആളുകളല്ലാത്ത വേറെ ആളുകളുടെ കൂടെ കൂടുമ്പോ അവര് പറയുന്നതിന്റെ കൂടെ നിൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു, തജിദ മിൻ ശർരി നാസി യൗമൽ ഖിയാമ ഇൻദല്ലാഹി ദുൽ വജ്ഹൈൻ. നാളെ ഖിയാമത്ത് നാളിൽ ഇരുമുഖങ്ങളായിട്ടുള്ള ആളുകൾ അല്ലാഹുവിന്റെ അരികിൽ കൊണ്ടുവരപ്പെടും. രണ്ട് മുഖമുള്ള ആളുകൾ. നമ്മളെന്നെ പറയില്ലേ, ഈ അവിടെ നിന്ന് ഉറച്ചു നിൽക്കുന്ന പറയില്ലേ, എന്തേ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുന്ന പറയില്ലേ. തനിക്ക് എവിടെയാണോ ലാഭം കിട്ടുക അവിടേക്ക് എപ്പോഴും എന്തിനും മാറാൻ പറ്റുന്ന ആളുകൾ, ദ്വിമുഖമുള്ള ആളുകൾ, ഇരട്ട മുഖമുള്ള ആളുകൾ, ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല. ഇസ്ലാമികമായി എന്ത് നിലപാടെടുക്കണമെന്ന് കൃത്യമായി വേദഗ്രന്ഥങ്ങളിൽ ഉണ്ട്, മതവേദഗ്രന്ഥങ്ങളിൽ ഉണ്ട്. അവിടെ വിശ്വാസപരമായും കർമ്മപരമായും സംസ്കാരവും സ്വഭാവവും ഒക്കെ എങ്ങനെയായിരിക്കണം കൃത്യമായി അറിഞ്ഞിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ അവിടെ എന്തായിരിക്കണം, ഒരു വിശ്വാസിയുടെ നിലപാട് എങ്ങനെ നിൽക്കണം എന്നത് കൃത്യമായിട്ടുണ്ട്. ഒരു പൊതുസമൂഹത്തിൽ ഇടപെടുന്ന ആള്, നേതൃത്വത്തിൽ ഇരിക്കുന്ന ആള്, എല്ലായിടത്തും ഇസ്ലാമിലെ കൃത്യമായ ഒരു തീരുമാനം, ഒരു വിശ്വാസിയുടെ കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് മതം, ആ നിലപാടുകൾ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. അതല്ലാതെ അള്ളാഹുവിന്റെ നിയമങ്ങളെയും റസൂലുള്ളാഹിയുടെ ജീവിതത്തെയും ഒക്കെ മാറ്റിവെച്ച് തനിക്കെന്തെങ്കിലും ലാഭം കിട്ടുമ്പോൾ കുറച്ചു ദിവസം അവിടെയും, അല്ലെങ്കിൽ കുറച്ചു കാലം അവിടെയും, അല്ലെങ്കിൽ തനിക്കെന്തെങ്കിലും ലാഭം കിട്ടുന്നത് വരെ അവിടെയും, പിന്നെ ഇപ്പുറത്തും, അങ്ങനെയുള്ള ഇരട്ട മുഖമുള്ള ഒരു സ്വഭാവക്കാർ പലപ്പോഴും ജനങ്ങൾക്കിടയിൽ ഉണ്ടാകാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കുറിച്ചാണ് നമ്മോട് പറഞ്ഞത്. അങ്ങനെ അത്തരം സ്വഭാവമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവർ മോശം സ്വഭാവമുള്ള ആളുകളാണ്, ജനങ്ങളിൽ മോശപ്പെട്ട ആളുകളാണ്, അവർ സ്ഥിരതയില്ലാത്ത ആളുകളാണ്. അവരെ നാളെ അള്ളാഹുവിന്റെ അരികിൽ കൊണ്ടുവരപ്പെടും, ഖിയാമത്ത് നാളിൽ അവരെ കൊണ്ടുവരപ്പെടും. അതീവ ഗൗരവമായ ശിക്ഷ അവർക്കുണ്ട്. എന്താണ് സത്യം എന്താണെന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു, പക്ഷേ ദുനിയാവിന്റെ ലാഭങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവരങ്ങനെ ചെയ്തത്. അതുകൊണ്ട് സത്യത്തെ അറിഞ്ഞിട്ടും അത് മറച്ചു വെച്ചവരാണ് അവർ. അതീവമായ ഗുരുതരമായ പിഴവാണ്, തെറ്റാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സത്യം നമുക്ക് ബോധ്യപ്പെടുകയാണ്. എന്റെ വിശ്വാസം എടുക്കേണ്ട നിലപാട് എന്താണ്, എന്റെ ആരാധനാ കാര്യങ്ങളുടെ നിലപാട് എന്താണ്, എന്റെ കുടുംബത്തിൽ എന്റെ ഭാര്യയുമായി, മക്കളുമായി, ബന്ധുക്കളുമായി, അയൽവാസികളുമായുള്ള ഇസ്ലാമികപരമായ വിശ്വാസിയുടെ നിലപാട് എന്താണ്? ഇതൊക്കെ നമ്മൾ മദ്രസ തലം മുതൽ നമ്മൾ കേട്ടുപിടിച്ചവരാണ്. പക്ഷേ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അന്യ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കാര്യങ്ങളിൽ ഇവിടെയൊക്കെ എങ്ങനെയാണ് ഇസ്ലാമികമായ നിലപാടെന്ന് വ്യക്തമാണ്. പക്ഷേ പലപ്പോഴും ഒക്കെ സന്ദർഭവും സാഹചര്യവും ഒക്കെ തിന്മകളിലേക്ക് നമ്മുടെ മനസ്സുകളെ കൊണ്ടുപോകാം. അവിടെ ഈ പറഞ്ഞ രീതിയിൽ ജനങ്ങളിൽ മോശപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞ അവരുടെ സ്വഭാവങ്ങൾ പറയുന്ന കൂട്ടത്തിൽ, പ്രിയമുള്ളവരെ, ഇത്തരം സ്വഭാവങ്ങൾ നമ്മുടെ അരികിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം.
രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. ഒന്ന് ഏഷണിയാണ്, നമീമത്ത്. ഏറെ ഗൗരവകരമായി നമ്മൾ ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയയ്ക്ക് ഇടപെടുന്ന ആളുകൾ എന്നുള്ള നിലക്ക് ഏറെ ഗൗരവമായി നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ശിക്ഷ അതിഭയാനകമാണ്. രണ്ട്, ഇസ്ലാമികമായി നമ്മുടെ സംസ്കാരവും സ്വഭാവവും എല്ലാ മേഖലയിലും കൃത്യമായ മുഅ്മിനിന്റെ, ഒരു മുസ്ലിമിന്റെ, ഒരു വിശ്വാസിയുടെ നിലപാടുകൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ആവശ്യങ്ങൾക്കനുസരിച്ച് ഇരുമുഖമുള്ളവരായി ജീവിക്കുന്നവരായി നമ്മൾ മാറരുത്. അത്തരത്തിലെ സത്യത്തെ ബോധ്യപ്പെട്ട് അതിനെ മറച്ചു വെക്കുന്നവരായി കഴിഞ്ഞാൽ ഏറെ കഠിനമായ ശിക്ഷയുണ്ട്. ആ രീതിയിൽ നമ്മൾ മോശപ്പെട്ട സ്വഭാവം പറഞ്ഞവരുടെ കൂട്ടത്തിലല്ലാതെ ഒരല്പവും പ്രയാസവും ദുഃഖവും സങ്കടവും ഒക്കെ ഉണ്ടെങ്കിലും ഇസ്ലാമികമായ നിലപാടുകൾ സ്വീകരിക്കാനും ഇസ്ലാമിനെ ചേർത്ത് പിടിക്കാനും അള്ളാഹുവിന്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കാനും പ്രവാചകന്റെ ജീവിതത്തിന് അപ്പുറത്തേക്ക് ഒരു മറുജീവിതം ഇല്ലാതെയും വിശ്വാസികളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിൽ സൽസ്വഭാവമുള്ളവരായി നമ്മൾ ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വനബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചും പാലിച്ചും ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. സൂചിപ്പിച്ചത് ഒരു വിശ്വാസിയുടെ സ്വഭാവ സംസ്കരണവുമായി ബന്ധപ്പെട്ട് എല്ലാ നിലയിലും നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില മോശപ്പെട്ട സ്വഭാവമുള്ള ആളുകൾ മനുഷ്യർക്കിടയിൽ ഉണ്ട്. അവരുടെ സ്വഭാവങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് നമ്മൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരിക്കൽ കൂടി നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തുക. അതോടൊപ്പം തന്നെ അത്തരം സ്വഭാവം ഉണ്ട് എങ്കിൽ നമ്മൾ ഇതിന് പൂർണ്ണമായും മാറി നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ്. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖുർആനിന്റെ ആദർശം സ്വീകരിക്കാതെ തിന്മകൾ പ്രവർത്തിക്കുന്നവർ എന്നാണ്. അത് പറഞ്ഞു കൊടുത്തൊരു സന്ദർഭം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തബൂക്കിലേക്ക് യുദ്ധത്തിന് വേണ്ടി പടയൊരുക്കി പോകുന്ന വഴിയിൽ തന്റെ വാഹനത്തിന്റെ അഥവാ തന്റെ ഒട്ടകത്തിൽ ചാരി നിന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ആ കൊടുക്കുന്ന വേളയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് ചോദിക്കുന്നു, സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ നല്ല മനുഷ്യരും മോശപ്പെട്ട മനുഷ്യരും ആരാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. എന്നിട്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജനങ്ങളിൽ ഉത്തമൻ എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് കയറിയോ, അതല്ല എങ്കിൽ കഴുതപ്പുറത്ത് കയറിയോ, അതല്ല എങ്കിൽ സ്വന്തം കാലുകൊണ്ട് നടന്നോ മരണം വരെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചവരാണ് ഏറ്റവും നല്ല മനുഷ്യർ. ഏറ്റവും നല്ല മനുഷ്യർ അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാ കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചും പാലിച്ചും ഒക്കെ ജീവിച്ച ആളുകൾ. എന്നാൽ ആരാണ് മോശപ്പെട്ട ആളുകൾ? ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവർ അള്ളാഹുവിന്റെ ഗ്രന്ഥം വായിക്കുകയും എന്നാൽ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കാത്ത ഒരു സ്വഭാവമുള്ള ആളുകൾ. ഇവിടെ വളരെ കൃത്യമാണ്. ഞാൻ നിങ്ങളുമൊക്കെ ചെറുപ്പം മുതലേ വിശുദ്ധ ഖുർആൻ വായിക്കുന്നവരാണ്, പഠിക്കാൻ സമയം കണ്ടെത്തുന്നവരൊക്കെയാണ്. നമ്മൾ ഒരു ഖുർആനിന്റെ വാക്യം നമ്മളെ ഉൾക്കൊണ്ടാൽ ആ ആയത്ത് വായിക്കുമ്പോൾ ഒരു ശിക്ഷയെ കുറിച്ചാണ്, ഒരു സ്വഭാവത്തെ കുറിച്ചൊക്കെയാണ് എങ്കിൽ നമ്മൾ ആലോചിക്കണം, അത് എന്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അത് മാറാൻ കഴിയണം. അതാണ് വേദഗ്രന്ഥം കേട്ടിട്ടും അതിൽ നിന്ന് മാറാതെ തിന്മകളിൽ തന്നെ നിൽക്കുന്ന ആളുകൾ. അപ്പൊ നമ്മുടെയൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന്റെ പരാജയത്തിന്റെ കാരണം, അതല്ല എങ്കിൽ അവന്റെ ജീവിതത്തിൽ പരിവർത്തനമില്ലാത്തതിന്റെ കാരണം ഒറ്റ കാര്യം ഉണ്ടാവുള്ളൂ, നാളെ മാറാമെന്നുള്ള ചിന്തയാണ്, പിന്നെ ചെയ്യാമെന്നുള്ള ആലോചനയാണ്. അങ്ങനെ ചിന്തിക്കുകയും ആലോചിക്കുന്നിടത്തോളം കാലം നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുക എന്നല്ലാതെ ഒരു അവസാനം ഉണ്ടാവില്ല. കുറേ നാളെ കഴിഞ്ഞിട്ടുണ്ടാവും, കുറേ പിന്നെ കഴിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നമ്മളിപ്പോഴും അവിടെ തന്നെ ആയിരിക്കും. പിന്നെ പലപ്പോഴും പല ആളുകളുടെയും മനസ്സിൽ എന്താണെന്ന് അറിയാം, അതൊരു ചെറിയ തെറ്റല്ലേ, അതൊക്കെ പടച്ചോ പോകും, അത് ചെറുതല്ലേ എന്ന ചിന്തയാണ്. ആ ചിന്ത കൊണ്ട് എന്താ സംഭവിക്കുന്നത് അറിയോ, വീണ്ടും വീണ്ടും ആ തിന്മകൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരു തെറ്റ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അതിന്ന് മാറാതെ അത് ചെറുതല്ലേ എന്ന് പറഞ്ഞത് വീണ്ടും മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ അവനത് ആവർത്തിക്കും. ആവർത്തിച്ചാൽ എന്താ പ്രശ്നം? നമ്മൾ ആലോചിച്ച് നോക്കിയേ, ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് നമുക്കൊരു ബസ്സിൽ പോകണമെങ്കിൽ നമ്മൾ ബസ് മാറി കയറി, എവിടെ നിന്നാണോ നമ്മൾ കയറിയ ബസ് മാറിയത് എന്നറിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാ? അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നമുക്ക് കിട്ടാനുള്ള ബസ് എവിടെയാണ് അവിടേക്ക് നമ്മൾ പോകും. എന്നാൽ ഇത് അറിഞ്ഞിട്ടും അയാൾ ആ ബസ്സിൽ തന്നെ സഞ്ചരിക്കുകയാണെങ്കിലോ അയാൾക്ക് ഒരിക്കലും അയാൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്താൻ കഴിയില്ലല്ലോ.
അപ്പൊ നമ്മുടെ ജീവിതം നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു കാര്യം, ഞാൻ ഈ തെറ്റായ വഴിയിലാണെന്ന് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യണം? അവിടെ ഇറങ്ങി തിരിച്ചു നടക്കാൻ കഴിയണം. ഏതാണോ നന്മയുടെ വഴി, ഏതാണോ കൃത്യമായ നിയമം, നിർദ്ദേശം, കൽപ്പന, അതിലേക്ക് തിരിച്ചു മടങ്ങാൻ നമുക്ക് കഴിയണം. അതല്ലെങ്കിലോ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഇറങ്ങാം, പിന്നെ ഇറങ്ങാന്ന് പറഞ്ഞു പോയാലോ അത് പോയിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും തിരിച്ചു മടങ്ങാൻ കഴിയൂല. വിശുദ്ധ ഖുർആനിന്റെ വാക്യങ്ങൾ, വേദഗ്രന്ഥങ്ങൾ, അത് നമ്മൾ കേൾക്കുമ്പോൾ പഠിച്ചോളെ ഇതാണ് സത്യം, അല്ലെങ്കിൽ ഇതാണ് എന്റെ ശരിയായ മാർഗം, അത് ഉൾക്കൊള്ളാനും ബോധ്യപ്പെടാനും കഴിയണം എന്നാണ് റസൂൽ പറഞ്ഞത്. എന്താ? അതിൽ നിന്നും കേട്ടിട്ടും ബോധ്യപ്പെട്ടും മാറാതെ തിന്മകൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ആരാണ്? ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകളാണ്. അത്തരം സ്വഭാവമുള്ള ആളുകൾ മോശപ്പെട്ട ആളുകളാണ് എന്നാണ്. നമ്മൾ ആലോചിക്കുക, വാക്കാൽ പ്രവൃത്തിയാലൊക്കെ നോക്കിലും വാക്കിലൊക്കെ ചെറിയ തെറ്റുകുറ്റങ്ങൾ, അപാകതകളൊക്കെ നമുക്ക് ആർക്കും വന്നു പോകാം. പക്ഷേ അല്ലാഹ് ഏറെ ഗഫൂറാണ്, പൊറുക്കുന്നവനാണ്, പാപം പൊറുക്കുന്നവനാണ്. ആ തിരിച്ചറിവ് വന്ന ഉടനെ തിരിച്ചു മടങ്ങാൻ നമുക്ക് സാധിക്കണം. വീണ്ടും അവിടെ നിന്നാൽ നമ്മൾ മുന്നോട്ട് പോയി പരാജിതരാകും. ഒരു യഥാർത്ഥ വിജയത്തിലേക്ക് എത്താൻ നമുക്ക് സാധ്യമാവുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ വിശ്വാസ ആരാധനാ കാര്യങ്ങളിലൊക്കെ ഏറെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്വഭാവ സംസ്കരണ കാര്യങ്ങളിൽ കൂടെ ഏറെ ശ്രദ്ധിക്കണം. അതിൽ മോശപ്പെട്ട ആളുകൾ ജനങ്ങൾക്കിടയിൽ സ്വഭാവമുള്ള ആളുകളുണ്ട്. അവരിൽ ഏഷണി പറയുന്ന ആളുകൾ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വേദഗ്രന്ഥങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും അല്ലെങ്കിൽ വായിക്കുന്നവരായിട്ടും തിന്മകളിൽ നിന്ന് മാറാത്ത ആളുകൾ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറെ പ്രധാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ച നിലപാടുകൾ സ്വീകരിക്കുന്നിടത്ത് കൃത്യമായി ഇസ്ലാം എന്താണോ പറഞ്ഞത് അത് ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. അത്തരത്തിൽ സ്വഭാവ സംസ്കരണത്തെ ഏറെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തെ മാതൃകയാക്കി യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കാൻ നമ്മളേവരും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ജീവിച്ചു മരിച്ചു പോകുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ കുറേയേറെ തെറ്റുകുറ്റങ്ങളുണ്ട് നാഥ. അതെല്ലാം ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് വിട പറഞ്ഞ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കൾ, ഞങ്ങളെല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ മക്കളിൽ നിന്ന് കൺകുളിർമയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ എല്ലാവിധ സമാധാനവും സംതൃപ്തിയും നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങൾക്കിടയിൽ വലിയ അസുഖങ്ങളുമായി മറ്റു പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന കുറെ ആളുകളുണ്ട്. എല്ലാവർക്കും നീ ശിഫയും സമാധാനവും മാഫറത്തും അറിവും നൽകി നീ അനുഗ്രഹിക്കണമേ നാഥ. നാളെ വിചാരണ വേളയിൽ അപമാനിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതേ. വലതുകൈയിൽ കിതാബ് ഏറ്റുവാങ്ങി സ്വർഗത്തിലേക്ക് ആനയിക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥ. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا تقبل منا انك انت السميع العليم. ربنا تقبل منا انك انت السميع العليم. ربنا تقبل منا انك انت السميع العليم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.